ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കോട്ടൺ ഫാബ് ഫെസ്റ്റിലാണ്. ലാസ്റ്റ് ഇയർ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടുന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു മൊഡാൽ സിൽക്കിൻ്റെ സാരിയും ജൂത്തിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ക്വാളിറ്റി അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ഇവിടെ വന്നത്. അപ്പോഴാണ് ഈ ഫെസ്റ്റിൻ്റെ കാര്യം നിങ്ങളോട് അടുത്തൂടെ ഷെയർ ചെയ്യാമെന്ന് തോന്നിയത്. ജൂലൈ 22 വരെയാണ് ഈ ഫെസ്റ്റ് ഉള്ളത്. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും. എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്കിവിടെ ഏതൊക്കെ സ്റ്റോൾസാണുള്ളതെന്ന് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ മുംബൈ സ്പെഷ്യൽ ചിപ്സിൻ്റെയും രാജസ്ഥാനി അച്ചാറിൻ്റെയൊക്കെ സ്റ്റോളാണുള്ളത്. പിന്നെ നമ്മുടെ കേരള സ്പെഷ്യൽ ഹലുവയുടെ സ്റ്റോള്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ഹോം ഡെക്കർ ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാണുന്ന സ്റ്റോളിൽ അത്യാവശ്യം നല്ല ഹോം ഡെക്കർ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് പോകുന്നത് ഒരു ബുക്ക് സ്റ്റോളിലോട്ടായിരുന്നു. പിന്നെ എനിക്ക് ബുക്ക് വായിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ആ സ്റ്റോള് സ്കിപ്പ് ചെയ്തു. അടുത്ത സ്റ്റോളെന്ന് പറയുന്നത് കുത്തമ്പള്ളി ഹാൻഡ്ലൂംസിൻ്റെ ആയിരുന്നു. അവിടെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെറൈറ്റി കളക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏരിയാസ് ഫുള്ള് സാരീസിൻ്റെ സൽവാർ മെറ്റീരിയൽസിൻ്റെയും പിന്നെ ജൂത്തീസിൻ്റെ ഒക്കെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മാക്സിമം ഈ സ്റ്റോൾസിൻ്റെയൊക്കെ നമ്പറും അതിൻ്റെയൊക്കെ നെയിമും ഇതിൽ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. हो जाता है उसमें फुल साइज होता है 1 मीटर आता है इसका ज़्यादा अगर कुछ ज़्यादा बनाना है तो ये यहाँ से काटना पड़ेगा 6.5 का साड़ी है 6.5 मीटर. ഈ സ്റ്റോള് ഫുൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിനൻ സാരീസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് ഞങ്ങൾക്ക് ഓരോന്ന് എടുത്തെടുത്ത് കാണിച്ചു തരുമായിരുന്നു. നെക്സ്റ്റ് സ്റ്റോൾ എന്ന് പറയുന്നത് ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞ സ്റ്റോളാണ്. അടിപൊളി സൽവാർ സൂട്ട്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സൽവാസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സ്റ്റോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരുപാട് കളക്ഷൻസും നല്ല അഫോർഡബിൾ റേറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സ്റ്റോളും കൂടെ ആയിരുന്നു. നെക്സ്റ്റ് സ്റ്റോൾ എന്ന് പറയുന്നത് ഫുഡ് വെയർസിൻ്റെ ഒരു സ്റ്റോളായിരുന്നു. അതിൽ തന്നെ മെയിനായിട്ട് ജൂത്തീസും കോലാപ്പൂരി ചപ്പൽസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഇയർ ഈ സ്റ്റോൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് ഡിഫറെൻറ്റ് പ്രിൻ്റുള്ള ജൂത്തീസും കോലാപ്പൂരി ചപ്പൽസായിരുന്നു ഉണ്ടായിരുന്നത്. കോലാപ്പൂരി ചപ്പൽസ് നോക്കുമ്പോൾ തന്നെ അതിലെ പ്രിൻസൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന സിൽവർ ഓക്സിഡൈസ് എലമെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങളുടെ കണ്ണ് മെയിനായിട്ട് പോയത് ആ ട്രഡീഷണൽ ആയിട്ടുള്ള കോലാപ്പൂരി ചപ്പൽസിലോട്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ 2-3 നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഫൈനലി ഇട്ടിട്ട് നോക്കി വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന ഈ ഒരു ചെരുപ്പാണ്. നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റോൾ എന്ന് പറയുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കോട്ടൺ ബെഡ്ഷീറ്റ്സൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോളായിരുന്നു. ഈ സ്റ്റോൾ വരുന്നത് ഫുൾക്കാരി വർക്ക്സിൻ്റെ ദുപ്പട്ടാസും പിന്നെ അതിൻ്റെ സൽവാസൊക്കെ വരുന്ന ഒരു സ്റ്റോളായിരുന്നു. എനിക്കിതിൽ ദുപ്പട്ടാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനത് എടുക്കാൻ വിട്ടുപോയി. വേറെ കടയൊക്കെ നോക്കിയിട്ട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും ഇതെടുക്കാൻ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ പോകാം. ഇനി അങ്ങോട്ടുള്ള സ്റ്റോൾസ് ഫുൾ സാരീസും സൽവാർ സൂട്ട്സും പിന്നെ മെറ്റീരിയൽസൊക്കെയാണ്. നമുക്കതൊക്കെ കണ്ടുകൊണ്ട് പോകാം. बजट में आएगा, मॉडल में आएगा, कॉटन में आएगा, सबका अलग अलग प्राइस है. इसका 800 आएगा, 600 आएगा. അപ്പോൾ ഈ സ്റ്റോൾ ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോട്ടാവിയുടെ സാരീസിലും സൽവാർ മെറ്റീരിയൽസിലുമാണ്. ഞാൻ എന്തായാലും ഈ സ്റ്റോറിൻ്റെ നെയിം മുകളിൽ കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റോളിലെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ കലങ്കാരി സാരീസും പിന്നെ ഇക്കത്തിൻ്റെ പ്രിൻസുള്ള സൽവാർ സ്യൂട്ട്സും പിന്നെ അതിൻ്റെ കുറേ വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസും ആണുള്ളത്. ഈ സ്റ്റോളിലോട്ട് വരുമ്പോൾ ഫുള്ള് ജയ്പൂർ പ്രിൻറ്റഡ് പ്യുവർ കോട്ടൺ സാരീസും അതിൻ്റെ തന്നെ സൽവാർ സ്യൂട്ട്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കോട്ടൺ ലവേഴ്സിന് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോളാണിത്. കാരണം ഡെയിലി വെയറിന് പറ്റുന്ന ഒരുപാട് സാരീസും മെറ്റീരിയൽസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ലക്നൗവി ചിക്കൻ കറിയുടെ സ്റ്റോളായിരുന്നു.
ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് കുർത്തീസായിട്ടും കുർത്തിയുടെ മെറ്റീരിയൽസ് ആയിട്ടും പിന്നെ ഷോർട്ട് ടോപ്സ്, പാൻറ്റ്സ്, ദുപ്പട്ട, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ പല കളേഴ്സിലും നല്ല അടിപൊളി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വർക്കായിരുന്നു എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് കുർത്തീസിൻ്റെ സൈസ് അപ് ടു 50 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വണ്ണമുള്ളവർക്ക് വരെ ഇവിടെ കളക്ഷൻസ് കിട്ടും. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഹാൻഡ് ക്രാഫ്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് റേറ്റ് വരും, പക്ഷെ എന്നാലും നല്ല രീതിക്ക് അഫോർഡബിൾ ആയിരുന്നു ഇവിടെ. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്ന സ്റ്റോൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബാഗ്സിൻ്റെ കളക്ഷൻസാണ്. പല ടൈപ്പ് ബാഗ്സ് ഉണ്ടായിരുന്നു ഇതിൽ, പല പ്രിൻസിലായിട്ട്. ഇപ്പോൾ ഇതിൽ 2 ഷോപ്സ് ഞാൻ ഈ ബാഗ്സിന് വേണ്ടി മാത്രം കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി പ്രിൻസ് വരുന്ന ബാഗ്സ് ആയിരുന്നു എല്ലാം. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗ്സ്. ഈ സ്റ്റോൾ എന്ന് പറയുന്നത് മൊത്തം കമ്മൽ, മാല, അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു. വെറൈറ്റി കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എപ്പോഴും കാണുന്ന സെയിം കളക്ഷൻസ് തന്നെയായിരുന്നു. वो 3,500 3,500 ഈ സ്റ്റോൾ എന്ന് പറയുന്നത് കാന്ത വർക്ക്സിൻ്റെ സ്റ്റോളാണ്. ഇവിടെ തന്നെ കാന്ത വർക്ക്സിൻ്റെ സാരീസും പിന്നെ സൽവാർ മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി അറിയാം കാന്ത വർക്ക്സ് അത്ര അഫോർഡബിൾ അല്ല, പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പുള്ളിയുടെ അടുത്ത്. ഇനി ഈ ഏരിയ ഫുള്ള് സെറാമിക്സിൻ്റെ കപ്സും പോട്ട്സും പിന്നെ പ്ലേറ്റ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ഹാൻഡ് ക്രാഫ്റ്റഡ് സംഭവങ്ങളായിരുന്നു, നമുക്ക് ഹോം ഡെക്കോറിന് വേണ്ടി യൂസ് ചെയ്യാൻ. പിന്നെ ഇത് തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് വുഡൻ ഫേർണിച്ചേഴ്സും ഉണ്ടായിരുന്നു. ടൈം വരുന്നത് 10:30 AM to 9 PM ആണ്. അപ്പോൾ ആരും മറക്കണ്ട കേട്ടോ. ബൈ.